ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് സമവാക്യ ജോഡികൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങളിൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഫസ്റ്റ് 3 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 4ാമത്തെ ചോദ്യമാണ്. ഞാനിവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കാം. എ വയർ 3.5 meters ലോങ് ടു ബി കട്ട് ഇൻ ടു 2 pieces. അതായത് 3.5 മീറ്റർ നീളമുള്ള ഒരു വയർ അല്ലേ, ഒരു നീളമുള്ള ഒരു കമ്പി രണ്ടായിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അത് 2 പീസ് സെപ്പറേറ്റ് ആയിട്ട് വളച്ചിട്ട് നമ്മൾ 2 ഷേപ്സ് നിർമ്മിച്ചു. എന്തൊക്കെ ഷേപ്പാണ് ഉണ്ടാക്കിയത്? ഒരു പീസ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു സമചതുരം, ഒരു സ്ക്വയറും നിർമ്മിച്ചു. മറ്റേ പീസ് കൊണ്ട് ഒരു സമഭുജ ത്രികോണം അഥവാ സമഭുജ ത്രികോണം അഥവാ എന്ത് നിർമ്മിച്ചു? ഇക്വിലാറ്ററൽ ട്രയാങ്കിളും നിർമ്മിച്ചു. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു സ്ക്വയറും ഇക്വിലാറ്ററൽ ട്രയാങ്കിളും നമ്മൾ ഉണ്ടാക്കി. എന്ത് യൂസ് ചെയ്തിട്ട്? 3.5 മീറ്റർ നീളമുള്ള ഒരു കമ്പി വളച്ചിട്ട്. ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം, ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു 3.5 മീറ്റർ നീളമുള്ള കമ്പിയാണെങ്കിൽ ഇത് നമ്മൾ എന്ത് ചെയ്തു? 2 പീസായിട്ട് കട്ട് ചെയ്തു. ഓക്കെ അല്ലേ? 2 ചെറിയ പീസാക്കിയിട്ട് മാറ്റി. ഓക്കെ, ഈ 2 പീസ് കൊണ്ട് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ഈ 2 പീസ് കൊണ്ട് നമ്മൾ ഒരു പീസ് ബെൻഡ് ചെയ്തിട്ട് എന്തുണ്ടാക്കി? ഒരു സമചതുരം അഥവാ സ്ക്വയർ ഉണ്ടാക്കി. ഓക്കെ അല്ലേ? മറ്റേ പീസ് കൊണ്ട് നമ്മൾ എന്തുണ്ടാക്കി? സമഭുജ ത്രികോണം അഥവാ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കി. ഓക്കെ, മിസ് ഇവിടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കി. ഒന്ന് മനസ്സിലാവാൻ വേണ്ടി വരച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഒരു 3.5 മീറ്റർ നീളമുള്ള കമ്പിയാണെന്ന് വിചാരിക്കുക. ഇത് ഈ കമ്പി നമ്മൾ കട്ട് ചെയ്തിട്ട് 2 ചെറിയ പീസുകളാക്കി മാറ്റി. ഇത് ഒരേ നീളമുള്ള പീസാണെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, വ്യത്യസ്ത നീളങ്ങളായിരിക്കും. വ്യത്യസ്ത നീളങ്ങളായിരിക്കും. ഒന്ന് നീളം കൂടിയതോ നീളം കുറഞ്ഞതോ നമുക്കറിയില്ല, എത്രയാണെന്നൊന്നും നമുക്കറിയില്ല അല്ലേ. അപ്പോൾ നമ്മൾ 2 പീസുകൾ കട്ട് ചെയ്തു. എന്നിട്ട് 2 ഷേപ്പ് ഉണ്ടാക്കിയെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഒന്ന് എന്താക്കി മാറ്റി? ഒരു സമചതുരം അഥവാ സ്ക്വയർ, മറ്റേത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളാക്കി മാറ്റി. ഇനി നമ്മളോട് ബാക്കി കാര്യങ്ങൾ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ബോത്ത് മസ്റ്റ് ബി ദ സെയിം. അതായത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതിനൊരു പ്രത്യേകത ഉണ്ട്. ഈ 2 എണ്ണത്തിൻ്റെയും വശങ്ങൾക്ക് ഒരേ നീളമായിരിക്കും. അതായത് ഒരേ നീളം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊരു 2 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കും. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സമഭുജ ത്രികോണത്തിനും എന്ത് തന്നെ വേണം? ഈ 2 സെൻറ്റിമീറ്റർ തന്നെ വേണം. ഇനി എല്ലാം 3 ആണെങ്കിലോ, എല്ലാം 3 ആണെങ്കിൽ ഇവിടെയും എന്ത് തന്നെ വേണം? 3 തന്നെ വേണം. അത് നിർബന്ധമാണ്, അതൊരു കണ്ടീഷനാണ്. അപ്പോൾ നമുക്ക് അറിയില്ല അല്ലേ. അപ്പോൾ നമ്മൾ അറിയാത്തത് കൊണ്ട് നമ്മൾ സൈഡിനെ എന്താക്കിയെടുക്കും? എന്നൊരു ചോദ്യം എന്തായിരിക്കും? എങ്ങനെ മുറിക്കണം? അതായത് ഈ ഓരോ പീസിൻ്റെയും നീളം എത്രയാക്കി മുറിച്ചാലാണ് നമുക്ക് ഇതെന്ത് കിട്ടുക? ഒരേ നീളം വശം വരുന്ന രീതിയിൽ ഒരു സ്ക്വയറും ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളും ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് അത് കണ്ടുപിടിക്കാനേ നമുക്ക് ഒന്നും തന്നിട്ടില്ല അല്ലേ. ആകെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ വയറിൻ്റെ നീളം എത്രയാണെന്ന് തന്നിട്ടുണ്ട്. 3.5 മീറ്ററാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് ലെങ്ത് ഓഫ് വയർ എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കമ്പി അല്ലേ, മലയാളത്തിൽ എന്താ പറഞ്ഞത്? കമ്പിയുടെ നീളം ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നു 3.5 മീറ്റർ. നമുക്കറിയാം ഈ മീറ്ററിൽ പറയുന്ന സമയത്ത് നമുക്ക് ചോദ്യം ചെയ്യാൻ മീറ്ററിലുള്ളതിനേക്കാളും എളുപ്പം സെൻറ്റിമീറ്ററിൽ ചെയ്യാനാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാം 3.5 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് അറിയാത്തവരുണ്ടോ? അതറിഞ്ഞിരിക്കണം. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്ററാ? 100 സെൻറ്റിമീറ്റർ ആണ് എന്ത്? 1 മീറ്റർ എന്ന് പറയുന്നത്. എത്രയാണ്? 100 സെൻറ്റിമീറ്റർ. നിങ്ങളുടെ സ്കെയിലൊക്കെ 15 സെൻറ്റിമീറ്റർ അല്ലേ. അങ്ങനെ 100 സെൻറ്റിമീറ്ററുള്ള വലിയ സ്കെയിൽ ഉണ്ടാവും, ഒരു മീറ്റർ സ്കെയിൽ എന്ന് പറയും. 100 സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ. അങ്ങനെയാണ് നിങ്ങൾ പറ 3 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്ററാ? 300 സെൻറ്റിമീറ്റർ. 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 3 മീറ്റർ 300 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. പിന്നെ 3 സെൻറ്റിമീറ്റർ അല്ല പറഞ്ഞത്, ഒരു അര മീറ്ററും പറഞ്ഞിട്ടുണ്ട്. അര മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാ? 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതിയല്ലേ ഉണ്ടാവുള്ളൂ, 50 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് 3.5 മീറ്റർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര സെൻറ്റിമീറ്ററാ? 350 സെൻറ്റിമീറ്റർ എന്ന് എഴുതിക്കൂടെ? പ്രശ്നമൊന്നുമില്ലല്ലോ. 3 മീറ്റർ 300ഉം അര മീറ്റർ 50ഉം വരും. അപ്പം 3.5 മീറ്ററിനെ നമുക്ക് എങ്ങനെ എഴുതാം? 350 സെൻറ്റിമീറ്ററിനും എഴുതാം. പ്രശ്നമൊന്നുമില്ലല്ലോ.
അതെന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചോദ്യം ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഈ അര എന്നൊക്കെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ അതിനെ നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. ഈ ഒരു സംഭവം അറിഞ്ഞിരിക്കണം കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. നിങ്ങൾ സൈഡിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക. ക്ലിയർ ആണല്ലോ? ഇപ്പം മിസ് ഇവിടുന്ന് ഇറേസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അറിയില്ല, അപ്പോൾ നമ്മൾ അറിയാത്ത കാര്യത്തിന് എന്തെടുക്കും? എക്സ് എന്ന് എഴുതി റെപ്രസെൻ്റ് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ ഈ സ്ക്വയറിൻ്റെ അഥവാ സമഭുജ ത്രികോണത്തിൻ്റെയൊക്കെ ഒരേ നീളമാണെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ അതിൻ്റെ നീളത്തിന് മിസ് എക്സ് എന്ന് ഉപയോഗിക്കുന്നു. ഓക്കെ അല്ലേ? ഇത് എക്സ് ആണ്, നമുക്കറിയാം. സ്ക്വയർ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും ഈക്വലാ. സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ അഥവാ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും ഈക്വലാ. അപ്പം എല്ലാം ഒരേ നീളം വേണ്ടതുകൊണ്ട് നമുക്ക് എല്ലാം എക്സ് തന്നെ എഴുതണ്ടേ നിർബന്ധമായിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ ഒരു വശം എത്രയായിട്ട് എടുത്തു? ഒരു വശം അല്ലെങ്കിൽ 1 സൈഡ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതി. പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ? ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ നോക്ക്, നമുക്കറിയാം ഒരു സമചതുരത്തിൻ്റെ അഥവാ ഒരു സ്ക്വയറിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് എന്താ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള അളവിനല്ലേ ചുറ്റളവ് എന്ന് പറയാം. അപ്പോൾ എത്ര ചുറ്റളവ് എത്ര വരും? ഇവിടെ ഒരു എക്സ്, ഇതൊരു എക്സ്, ഇതൊരു എക്സ്, ഇതൊരു എക്സ്, ടോട്ടൽ എത്ര എക്സ് ഉണ്ട്? 4 എക്സ് ഉണ്ട്. അപ്പോൾ സമചതുരത്തിൻ്റെ ചുറ്റളവിന് നമുക്ക് 4 എക്സ് എന്ന് എഴുതിക്കൂടെ? അറിയാത്തവരുണ്ടോ അല്ലേ? സമചതുരത്തിൻ്റെ ചുറ്റളവ്, സമചതുരത്തിൻ്റെ ചുറ്റളവ്, അല്ലെങ്കിൽ എന്താ സമചതുരത്തിൻ്റെ ചുറ്റളവിന് എന്താ ഇംഗ്ലീഷ് പറയുക? പെരിമീറ്റർ. പെരിമീറ്റർ ഓഫ് ആരതാണ്? സ്ക്വയർ. സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് അല്ലേ. എത്ര എക്സുകൾ വരും? 4 എക്സ് വരും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 4 എക്സ് എന്ന് എഴുതാം. പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് ആരെ ചുറ്റളവ് എഴുതാം? ഇതേപോലെ തന്നെ സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ്, അഥവാ ഇംഗ്ലീഷിൽ എന്താ സമഭുജ ത്രികോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റളവിന് ചൂന്ന് എഴുതുന്നുള്ളൂ കേട്ടോ. എന്തെഴുതാം? പെരിമീറ്റർ ഓഫ് പെരിമീറ്ററാ? പെരിമീറ്റർ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈക്വൽ ടു എത്രയാണ്? നിങ്ങൾ പറ. ഒരു സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ ത്രികോണത്തിന് 3 സൈഡല്ലേ. അപ്പോൾ ഈ ഒരു എക്സ് ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള അളവ് കൂട്ടുക. എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ്, എത്ര എക്സ് എന്ന് വരും? നമുക്ക് 3x എന്ന് എഴുതി കൂടെ? പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈക്വൽ ടു 3x. ക്ലിയർ അല്ലേ? അപ്പോൾ സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവും സമചതുരത്തിൻ്റെ ചുറ്റളവും മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് നമ്മൾ എന്തിനാണ് എഴുതിയത്? നമുക്കറിയാം ഈ ടോട്ടൽ ഈ ഒരു കമ്പിയിൽ നിന്നല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്, ഈ ഒരു വയർ മുറിച്ചിട്ടല്ലേ നമ്മൾ ഇവിടെ ഒരു സമചതുരവും സമഭുജ ത്രികോണവും ഉണ്ടാക്കിയത്. അപ്പം ഇതിൻ്റെ നീളവും ചേർത്ത് കഴിഞ്ഞാൽ ഈ ടോട്ടൽ നീളം കിട്ടണ്ടേ? വേണ്ടേ? ആ ഒരു കമ്പി വളച്ചിട്ട് നമ്മൾ 2 ഷേപ്പ് ഉണ്ടാക്കുന്നു. ആ 2 ഷേപ്പിൻ്റെ ടോട്ടൽ നീളം എന്ന് പറയുന്നത് ആ കമ്പിയുടെ നീളം തന്നെയായിരിക്കില്ലേ? രണ്ടും ഈക്വൽ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ വയറിൻ്റെ നീളം അല്ലേ, ടോട്ടൽ വയർ അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ടോട്ടൽ വയർ എന്ന് പറയുന്നത് കമ്പിയുടെ ആകെ നീളം അല്ലേ. കമ്പിയുടെ ആകെ നീളം രണ്ടും സെയിം ആണ്. ടോട്ടൽ ലെങ്ത് ടോട്ടൽ വയർ എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്ക് എഴുതാം. നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് എത്രയാണ്? 3.5 മീറ്റർ, അഥവാ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 350 സെൻറ്റിമീറ്റർ. നമ്മൾ ഓൾറെഡി എഴുതി വെച്ചു അല്ലേ. ഈ ടോട്ടൽ നീളം തന്നെയായിരിക്കില്ലേ ഇതിൻ്റെ നീളം പറഞ്ഞേ? ഈ സ്ക്വയറിൻ്റെ നീളവും സമഭുജ ത്രികോണത്തിൻ്റെ നീളം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ഈ ടോട്ടൽ നീളം കിട്ടണ്ടേ? അത് വളച്ചിട്ടല്ലേ ഇതുണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? കമ്പിയുടെ ആകെ നീളം 350 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും എന്ന് നമുക്ക് പറയാം? ഈ 2 എണ്ണത്തിൻ്റെയും കൂടി ഈക്വൽ ആയിരിക്കില്ലേ? അതായത് നമുക്കറിയാം സ്ക്വയറിൻ്റെ പെരിമീറ്റർ ചുറ്റുമുള്ള അളവ് എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ നീളം എന്ന് പറയുന്നത് 4x ആണ് അല്ലേ. അതേപോലെ സമഭുജ ത്രികോണത്തിൻ്റെ ടോട്ടൽ നീളം എന്ന് പറയുന്നത് 3x ആണ്. ക്ലിയർ അല്ലേ? ഈ 2 നീളങ്ങളോട് കൂട്ടിയാൽ നമുക്ക് ടോട്ടൽ 350 കിട്ടണ്ടേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? കിട്ടണ്ടേ? കാരണം ഈ നീളം എന്ന് പറയുന്നത് ഈ സമചതുരത്തിനെ നീട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും അല്ലേ. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 4x ആയിരിക്കൂലേ. ഈ എക്സ് ചേർത്തതല്ലേ 4x. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 3x ആയിരിക്കൂലേ. ഈ നീളങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ 2 നീളം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ നമുക്ക് 3.5 മീറ്റർ അഥവാ 350 സെൻറ്റിമീറ്റർ കിട്ടണ്ടേ. സോ 3x + 4x = 350 എന്ന് എഴുതുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ.
ഇനി നമുക്കറിയാം 4x 3x കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ 7x എന്ന് കിട്ടും. 7x = 350. ഇനി നമുക്ക് എക്സ് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് 7 × x ആണ് 7x. × 7 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ, അഥവാ മൾട്ടിപ്ലിക്കേഷൻ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആവും അല്ലേ. ഗുണനം വലത് ഭാഗത്തേക്ക് നമ്മൾ ഈക്വൽ സൈൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഹരണമാവും. അപ്പം 350നെ 7 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 5 7 35 50 എന്ന് കിട്ടും. കിട്ടൂലേ? ഡൗട്ടുള്ളത് ചെയ്ത് നോക്കാം. 350 ഹരിക്കണം 7. 7ൻ്റെ ഗുണനപ്പട്ടിക ചൊല്ലി നോക്ക്. 5 7 35. ക്ലിയർ അല്ലേ? പിന്നെ ഒരു 0 കൂടി ഇറക്കി എഴുതാനുണ്ടാവും അല്ലേ. അപ്പോൾ 50 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടിയല്ലോ. ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി നിങ്ങൾ നോക്ക്, നമുക്കിവിടെ എക്സ് മാത്രമേ ഉള്ളായിരുന്നു അല്ലേ, വൈ ഒന്നുമില്ല. സിമ്പിളായിട്ട് ചെയ്തു നമ്മൾ ഒറ്റ ലെറ്റർ ഉപയോഗിച്ചിട്ട് തന്നെ. ഇനി നിങ്ങളോട് ചോദിച്ചത് എന്താണ്? എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ആരെങ്കിലും ചോദിച്ചോ? ഇല്ലല്ലോ. നിങ്ങളോട് ചോദിച്ചത് ഹൗ ഷുഡ് വി ദ വയർ ബി കട്ട്. അതായത് നമുക്ക് ഈ സമചതുരം ഉണ്ടാക്കാനുള്ള ഈ വയറിൻ്റെ നീളം എത്രയായിരിക്കണം, ഈ സമഭുജ ത്രികോണം ഉണ്ടാക്കാനുള്ള ഈ വയറിൻ്റെ നീളം എത്ര ലെങ്ത്തിൽ കട്ട് ചെയ്താലാണ് നമുക്ക് ഇങ്ങനെ കിട്ടുക എന്നാണ് ചോദിച്ചത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇപ്പം നമുക്ക് മനസ്സിലായി ഓരോന്നിൻ്റെയും സെൻറ്റിമീറ്റർ എത്ര വീതം വേണം? 50. ഇതൊക്കെ 50 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് അല്ലേ. എല്ലാം 50 അല്ലേ. ഇവിടെ നമുക്ക് 50 എന്നുള്ള രീതിയിൽ കിട്ടണം. അപ്പോൾ നിങ്ങൾ നോക്ക്, സിമ്പിളായിട്ട് കിട്ടൂലേ. നമുക്ക് ഇതുണ്ടാക്കാൻ ആദ്യത്തെ സ്ക്വയർ ഉണ്ടാക്കാൻ വേണ്ട കമ്പിയുടെ നീളം എഴുതാം അല്ലേ. ലെങ്ത് ഓഫ് ദ വയർ, ഓക്കെ, താഴെ എഴുതാം. ലെങ്ത് ഓഫ് ദ വയർ എന്തിനു വേണ്ടിയിട്ട്? വയർ നീഡഡ് ഫോർ സ്ക്വയർ ഉണ്ടാക്കാൻ വേണ്ട നീളം, അതായത് സമചതുരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കമ്പിയുടെ നീളം. സമചതുരം ഉണ്ടാക്കാനുള്ള കമ്പിയുടെ നീളം എത്രയാ? 4x അല്ലേ നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ 4x എന്ന് എഴുതാം. 4x എന്ന് പറഞ്ഞാൽ ഇനി എക്സിൻ്റെ വാല്യൂ കിട്ടിയില്ലേടാ. ഇനി അത് ഡയറക്റ്റ് ആയിട്ട് എഴുതിക്കൂടെ? 4x എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 50 അല്ലേ. 4 × 50 എത്ര വരും? 200 എന്ന് വരും. കിട്ടിയോ? 5 4 20 അല്ലേ. 200 സെൻറ്റിമീറ്റർ ആണ്. അത് നമുക്ക് മീറ്ററിലേക്ക് മാറ്റിക്കൂടെ? എന്തുകൊണ്ടാണ് മീറ്ററിലേക്ക് മാറ്റുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ചോദ്യം തന്നത് മീറ്ററിലാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം മീറ്ററിൽ തന്നെ കിടക്കട്ടെ. 100 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ അല്ലേ. അപ്പോൾ 200 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററാ? 2 മീറ്റർ. ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് എന്തിൻ്റെ നീളം കൂടി കിട്ടണം? ലെങ്ത് ഓഫ് ദ വയർ. ലെങ്ത് ഓഫ് വയർ ആരതാ? നീഡഡ് ഫോർ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ മിസ് ഷോർട്ട് ആക്കിയിട്ടാണ് ട്രയാങ്കിൾ വരച്ചതാണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം ഉണ്ടാക്കാനുള്ള നീളം എത്ര വേണം? ടോട്ടൽ 3.5 മീറ്റർ അല്ലേ. 2 മീറ്റർ നമ്മൾ ഇവിടെ ഉപയോഗിച്ചു. ബാക്കി എത്ര മീറ്റർ ഉണ്ടാവുക? 2 മീറ്റർ കഴിഞ്ഞാൽ 3.5ലേക്ക് 1.5 മീറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇവിടെ ഉണ്ടാക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 1.5 മീറ്റർ എന്ന് എഴുതാം. 2 രീതിയിൽ ചിന്തിക്കാം. എക്സിന് നിങ്ങൾക്ക് 3x കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ സിമ്പിളായിട്ട് തന്നെ ഇവിടെ പറഞ്ഞൂടെ, നമ്മൾ ടോട്ടൽ നീളം 3.5 മീറ്ററാണ്. ഇവിടേക്ക് നമുക്ക് വേണ്ടത് എത്ര മീറ്ററാന്ന് കിട്ടി? 3.5 മീറ്ററിൽ 2 മീറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ സമചതുരം ഉണ്ടാക്കി, അഥവാ സ്ക്വയർ ഉണ്ടാക്കി. 3.5ന്ന് 2 പോയാൽ പിന്നെ 1.5 മീറ്റർ കൂടിയല്ലേ ബാക്കിയുള്ളത്. 1.5 മീറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കുന്നു? സമഭുജ ത്രികോണം അഥവാ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കുന്നു. ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതാലോ. ക്ലിയർ ആയല്ലോ? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നമുക്ക് നീളം തരാത്തതുകൊണ്ട് നമ്മൾ എക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അല്ലേ. അപ്പം പിന്നെ നമുക്കറിയാം രണ്ടിൻ്റെയും പെരിമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നീളങ്ങളാണ് അല്ലേ. അത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ വയറിൻ്റെ നീളം കിട്ടണം എന്നുള്ളൊരു കോൺസെപ്റ്റ് മനസ്സിലാക്കാം. അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാം. ഓക്കെ അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളെക്കാൾ 4 പെൺകുട്ടികൾ കൂടുതലുണ്ട്. 8 ആൺകുട്ടികൾ മാത്രം വരാതിരുന്ന ഒരു ദിവസം ആൺകുട്ടികളുടെ 2 മടങ്ങ് പെൺകുട്ടികൾ 2 മടങ്ങ് പെൺകുട്ടികളായി. ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളും എത്ര ആൺകുട്ടികളും ഉണ്ട്? അതായത് ഒരു പ്രത്യേക ദിവസത്തെ കാര്യമൊക്കെ പറഞ്ഞു അല്ലേ. ഇംഗ്ലീഷിൽ ചോദ്യം നോക്കുക. ഇൻ എ ക്ലാസ് ദർ ആർ 4 more ഗേൾസ് ദാൻ ബോയ്സ്. ബോയ്സിനേക്കാളും 4 ഗേൾസ് കൂടുതലാണെന്നാണ് അല്ലേ പറഞ്ഞത്. ഓൺ എ ഡേ വെൻ ഓൺലി 8 ബോയ്സ് വെർ ആബ്സെൻറ്റ്.
8 ആൺകുട്ടികൾ ലീവായൊരു ദിവസം നമ്പർ ഓഫ് ഗേൾസ് വാസ് ട്വൈസ് ദ നമ്പർ ഓഫ് ഗേൾസ്. ബോയ്സിൻ്റെ എണ്ണം ഗേൾസിൻ്റെ എണ്ണത്തേക്കാൾ ഇരട്ടിയായി. ഓക്കെ അല്ലേ? ഹൗ മെനി ബോയ്സ് ആൻഡ് ഗേൾസ് ആർ ദർ ഇൻ ദ ക്ലാസ്? എത്ര പെൺകുട്ടികളും എത്ര ആൺകുട്ടികളും ക്ലാസ്സിലുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കണ്ടീഷനൊക്കെ തന്നു, എന്നിട്ട് ഗേൾസ് എത്ര ബോയ്സ് എത്ര എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ എന്ത് ചെയ്യാം, 2 ലെറ്ററൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി ബുദ്ധിമുട്ടാവുള്ളൂ. അപ്പോൾ ചോദ്യത്തിൽ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഒരു ലെറ്റർ എക്സ് മാത്രം ഉപയോഗിച്ച് ചെയ്യാം, എക്സും വൈയും ഉപയോഗിച്ച് ചെയ്യാം. ഇവിടെ നമ്മൾ ബോയ്സും ഗേൾസും ഒക്കെ വരുന്നതുകൊണ്ട് വൈ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ദിവസത്തെ ലീവിൻ്റെ കാര്യമൊക്കെ പറയില്ല, അപ്പോൾ നമ്മൾ കുറേ ചുറ്റിക്കറങ്ങി ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ ഒരു ലെറ്റർ എടുക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് ഒക്കെ കുറയ്ക്കാം. അപ്പോൾ നമുക്ക് ഒരു ലെറ്റർ ഉപയോഗിച്ചിട്ട് തന്നെ ഇവിടെ ചെയ്യാം അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ചോദ്യം സ്റ്റാർട്ട് ചെയ്യാം. നമ്മളോട് എക്സ് ബോയ്സിൻ്റെ എണ്ണം എത്ര ഗേൾസിൻ്റെ എണ്ണം എത്രയാണെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ചോദ്യം ഒന്നുകൂടി വായിച്ചു നോക്കാം. ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളെക്കാൾ 4 പെൺകുട്ടികൾ കൂടുതലുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ബോയ്സിൻ്റെ എണ്ണം എക്സ് ആയിട്ട് എടുത്തൂടെ? എന്താ എടുക്കാൻ പോണത്? ലെറ്റ് നമ്പർ ഓഫ് ബോയ്സ്, അല്ലെങ്കിൽ എന്തെഴുതാം? ആൺകുട്ടികളുടെ എണ്ണം. ആൺകുട്ടികളുടെ എണ്ണം എത്രയാ? എക്സ് ആയിട്ട് എടുക്കുന്നു, പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെയാണ് നമ്പർ ഓഫ് ഗേൾസ് നമുക്ക് എന്തെഴുതാം? നമ്പർ ഓഫ് ഗേൾസ് അഥവാ പെൺകുട്ടികളുടെ എണ്ണം പറഞ്ഞേ. അതിനി നമ്മൾ വേറെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ടോ? എടാ, പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളെക്കാൾ 4 കൂടുതൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൺകുട്ടികൾ എക്സ് ആണ്, പെൺകുട്ടികളെ കിട്ടാൻ എക്സിനോട് 4 കൂട്ടിയാൽ പോരെ? ബുദ്ധിമുട്ടുണ്ടോ? എക്സിനോട് 4 കൂട്ടിയാൽ പെൺകുട്ടികളുടെ എണ്ണം കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞത്? ആൺകുട്ടികൾ അല്ല 8 കുട്ടികൾ മാത്രം വരാതിരുന്ന ഒരു ദിവസം. 8 ആൺകുട്ടികളാണ് വരാതിരുന്നാൽ 8 ആൺകുട്ടികളാണ് വരാതിരുന്നത്. അപ്പോൾ നമ്മൾ ചോദ്യത്തിനനുസരിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ? 8 ആൺകുട്ടികൾ വരാതിരുന്ന ദിവസം എന്താ സംഭവിച്ചത്? പെൺകുട്ടികളുടെ എണ്ണം എന്തായി? 8 ആൺകുട്ടികളുടെ വരാതിരുന്ന ദിവസം പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ എന്ത് വന്നു? 2 മടങ്ങായി അല്ലേ? ആൺകുട്ടികളുടെ 2 മടങ്ങ് പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ 8 ആൺകുട്ടികൾ വരാതിരുന്ന ദിവസം പെൺകുട്ടികളുടെ എണ്ണം എത്രയായി? ആൺകുട്ടികളെക്കാൾ 2 മടങ്ങായി. ക്ലിയർ അല്ലേ? ഇംഗ്ലീഷിൽ നമുക്ക് അതേപോലെ തന്നെ ഞാൻ ചോദ്യത്തിലുള്ള അതേ സെൻറ്റൻസ് എഴുതിയതാണ് കേട്ടോ. ഇംഗ്ലീഷിൽ അതേ സെൻറ്റൻസ് തന്നെ എഴുതിയാൽ മതി, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതെന്തിനാണ് എഴുതിയെന്ന് വെച്ചാൽ ഇത് ഉപയോഗിച്ചിട്ട് നമ്മളിവിടെ അടുത്ത കണ്ടീഷൻ എഴുതാൻ പോവുക. എന്താ നമ്മൾ എഴുതേണ്ടത്? 8 ആൺകുട്ടികൾ വരാതിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ആൺകുട്ടികളുടെ എണ്ണം എക്സ് അല്ലേ? അതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ. ആൺകുട്ടികളുടെ എണ്ണം എത്രയാണ്? എക്സ് ആണ്. ഈ 8 ആൾ വരാതിരുന്നാൽ എക്സിൽ നിന്ന് 8 കുറയ്ക്കണ്ടേ? എന്നാലല്ലേ 8 ആൺകുട്ടികൾ കുറഞ്ഞു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആൺകുട്ടികളുടെ എണ്ണം 8 കുറച്ചെഴുതി. ഈ ദിവസം എന്താ സംഭവിച്ചത്? ഈ ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 2 മടങ്ങ് കൂടുതലായി. നമുക്കറിയാം 2 മടങ്ങ് 2 ടൈംസ് എന്നൊക്കെ പറഞ്ഞാൽ ട്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ട്വൈസ് അഥവാ 2 മടങ്ങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. അതറിയാത്തവരില്ലല്ലോ. അപ്പോൾ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ മിസ് 2 കൊണ്ട് ഗുണിച്ചു. 8 ആൺകുട്ടികൾ വരാത്തതുകൊണ്ട് x-8 എന്ന് എഴുതി. 2 മടങ്ങായതുകൊണ്ട് 2 കൊണ്ട് ഗുണിച്ചു. എന്താ 2 മടങ്ങായത്? പെൺകുട്ടികളുടെ എണ്ണം ഈ ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 2 മടങ്ങ് അല്ലേ? അപ്പോൾ ആൺകുട്ടികളുടെ എണ്ണം x-8, അതുകൊണ്ട് 2 ഗുണിച്ചു. ഇത് പെൺകുട്ടികളുടെ എണ്ണത്തിന് ഈക്വൽ അല്ലേ? നമുക്കറിയാലോ പെൺകുട്ടികളുടെ എണ്ണം x+4 നമ്മൾ എഴുതി വെച്ചിട്ടില്ലേ? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പെൺകുട്ടികളുടെ എണ്ണം x+4. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു x+4 എന്ന് എഴുതാലോ. പെൺകുട്ടികൾക്ക് മാറ്റമൊന്നുമില്ല അല്ലേ? ആരും ലീവായിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ബുദ്ധിമുട്ട് വേറെ ഒന്നും ചെയ്യണ്ട, x+4 തന്നെ ചെയ്താൽ മതി. ഇനി നമ്മളെ പരിപാടി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്താൽ മതി? ഇതൊന്ന് സോൾവ് ചെയ്തെടുത്താൽ മതി. നമുക്കറിയാം ഒരു ബ്രാക്കറ്റിൻ്റെ പുറത്ത് നമ്മളൊരു നമ്പർ എഴുതി കഴിഞ്ഞാൽ, എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്രാക്കറ്റിലുള്ള എല്ലാവർക്കും ഈ നമ്പർ ബാധകമാണ്. അതായത് ഈ × 2 എന്ന് പറയുന്നത് 8 × 2 മാത്രം ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? എക്സിനും 2 കൊണ്ട് ഗുണിക്കണം, 8നും 2 കൊണ്ട് ഗുണിക്കണം. അതെല്ലാവർക്കും അറിയാലോ, നമ്മൾ കഴിഞ്ഞ 8ാം ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? x × 2 ചെയ്യണം, 8 × 2 ചെയ്യണം അല്ലേ? നിർബന്ധമാണ്. അപ്പോൾ x × 2 എന്ന് പറഞ്ഞാൽ എത്രയാ? x × 2 2x, അതിന് മൈനസ് ആയതുകൊണ്ട് മൈനസ് എഴുതി. 8 × 2 എന്താ? 8 × 2 16 ആണ്. ഓക്കെ അല്ലേ? ഇനി ഒന്നും ചെയ്യാനൊന്നുമില്ല. റൈറ്റ് സൈഡിൽ x+4 മിസ് അതേപോലെ എഴുതുന്നു.
ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് എക്സുകളൊക്കെ ഒരു സൈഡിൽ എക്സിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുകയല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. ലെഫ്റ്റ് സൈഡിലും ഒരു എക്സ് ഉണ്ട്, റൈറ്റ് സൈഡിലും ഒരു എക്സ് ഉണ്ട്. പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. ഈ എക്സിൻ്റെ അടുത്തേക്ക് ഈ എക്സ് കൊണ്ടുവന്നാൽ നമ്മുടെ പ്രശ്നം കഴിഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് ഇടത് ഭാഗത്തും വലത് ഭാഗത്തും ഒക്കെ എക്സുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എക്സിനെയൊക്കെ ഒരു ഭാഗത്തും നമ്പറൊക്കെ മറ്റേ സൈഡിലേക്ക് മാറ്റാം. അപ്പോൾ മിസ് റൈറ്റ് സൈഡിലുള്ള പ്ലസ് എക്സിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് ശ്രദ്ധിച്ചിരിക്കുക. 2x അതേപോലെ എഴുതുന്നു. ഇനി റൈറ്റ് സൈഡിൽ ഇവിടെ പ്ലസ് എക്സ് അല്ലേ ഉള്ളത്. പ്ലസ് എക്സിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് ആവും. അതെല്ലാവർക്കും അറിയാലോ, പ്ലസ് മൈനസ് ആവും, ഒരു കുഴപ്പമില്ല. ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്നു ഇവിടെ? അപ്പോൾ നിങ്ങൾ ചോദിക്കും -16 എന്ത് ചെയ്യുന്നു? ഇതിനെ വലത് ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു. ഓക്കെ അല്ലേ? വലത് ഭാഗത്ത് ഓൾറെഡി ഉള്ളത് 4 ഉണ്ട്, അതിനൊരു മാറ്റം വരുത്താണ്ട് അവിടെ എഴുതുന്നു. ഇനി -16, ഈ 16 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്ത് 16 ആവും? +16 ആവും. അത് തെറ്റിപ്പോകരുത്. അത് -16 എന്ന് എഴുതിയ ആൻസർ കംപ്ലീറ്റ് തെറ്റും. അപ്പോൾ ഈക്വൽ സൈൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുമ്പോൾ സൈന് മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്ലസ് മൈനസ് ആക്കുക, മൈനസ് പ്ലസ് ആക്കുക. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ ചെയ്ത് നോക്ക്. 2x നിന്ന് എക്സ് കുറയ്ക്കുന്നു അല്ലേ. 2x - x എന്ന് പറഞ്ഞാൽ പിന്നെ ആരാ ബാക്കിയുള്ളത്? ഒരൊറ്റ എക്സ് അല്ലേ ഉള്ളൂ. 2x നിന്ന് ഒരു എക്സ് പോയാൽ ഒരു എക്സ് ഉണ്ടാവും അല്ലേ. 4 + 16, 16നോട് 4 കൂട്ടിയാൽ 20. നോക്ക്, സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടിയില്ലേ. എക്സിൻ്റെ വാല്യൂ കിട്ടി. നമ്മളെ പരിപാടി കഴിഞ്ഞു. എക്സ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? എക്സ് എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളുടെ എണ്ണമായിരുന്നു. അപ്പോൾ ആൺകുട്ടികളുടെ എണ്ണം കിട്ടിക്കഴിഞ്ഞു. ആൺകുട്ടികളുടെ എണ്ണം എത്രയാ? 20 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എഴുതിക്കൂടെ? അത് കിട്ടിയ സ്ഥിതിക്ക് ഇനി വൈകണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതാം. എന്തെഴുതാം? ഇത് നിങ്ങൾ വേറെ തന്നെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇത് അവിടെ എഴുതി വെക്കുക. 2 മടങ്ങ് അല്ലെങ്കിൽ ട്വൈസ് എന്നൊക്കെ പറഞ്ഞാൽ × 2 എന്നാണ് കേട്ടോ എഴുതിയത്. 2 കൊണ്ട് ഗുണിക്കുക എന്നാണ് മിസ് എഴുതിയിട്ടുള്ളത്. അതൊന്ന് നോട്ട് എഴുതി വെക്കുക കേട്ടോ, നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളിതിൻ്റെ ബാക്കി ചെയ്യാണ്. x × 2 എന്ന് പറഞ്ഞു അല്ലേ. എക്സിൻ്റെ വാല്യൂ 20 എന്ന് പറഞ്ഞു. 20 എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ആൺകുട്ടികളുടെ എണ്ണം അല്ലേ. therefore നമ്പർ ഓഫ് ബോയ്സ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ആൺകുട്ടികളുടെ എണ്ണം നമുക്ക് കിട്ടി. ആൺകുട്ടികളുടെ എണ്ണം സമം അല്ലേ എക്സ് ആയിരുന്നു. എക്സിൻ്റെ വാല്യൂ കിട്ടി 20 ആൺകുട്ടികളായിരുന്നു ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. ആൺകുട്ടികൾ മാത്രമായിരുന്നു ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നതല്ല, പെൺകുട്ടികൾ ഉണ്ടായിരുന്നു അല്ലേ. നമ്പർ ഓഫ് ഗേൾസ് അഥവാ പെൺകുട്ടികളുടെ എണ്ണം എവിടുന്ന് കിട്ടും? പെൺകുട്ടികളുടെ എണ്ണം എവിടുന്നാ കിട്ടുക? നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ചോദ്യം തുടങ്ങിയത് തന്നെ എന്താ? ആൺകുട്ടികളുടെ എണ്ണം എക്സ്. ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ആൺകുട്ടികളെക്കാൾ 4 പെൺകുട്ടികൾ കൂടുതലാണെന്നല്ലേ. അപ്പം പെൺകുട്ടികളുടെ എണ്ണം നമ്മൾ എക്സിനോട് 4 കൂട്ടി എഴുതി വെച്ചിട്ടില്ലേ. ആ 4നെ കൊണ്ടുപോയിട്ട് നമ്മുടെ വിട്ടാൽ പോരെ. നമുക്കറിയാം എക്സിനോട് 4 കൂട്ടിയാൽ പെൺകുട്ടികളുടെ എണ്ണമായി. എക്സ് 20 കിട്ടിയല്ലോ. 20നോട് 4 കൂട്ടിയാൽ പോരെ. 20നോട് 4 കൂട്ടിയാൽ എത്രയാവും? 24. നമ്മുടെ ചോദ്യം കഴിഞ്ഞു. എത്ര പെട്ടെന്ന് ചെയ്ത് നോക്ക്. ആൺകുട്ടികളുടെ എണ്ണവും കിട്ടി, പെൺകുട്ടികളുടെ എണ്ണവും കിട്ടി. 20ഉം 24ഉം അതല്ലേ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നോക്ക്, ആൺകുട്ടികളുടെ എണ്ണം എത്ര, പെൺകുട്ടികളുടെ എണ്ണം എത്ര, ഹൗ മെനി ബോയ്സ് ആൻഡ് ഗേൾസ് ആർ ഇൻ ദ ക്ലാസ് എന്നായിരുന്നു ചോദിച്ചത്. നമുക്ക് 2 ഉത്തരവും കിട്ടി. ചെയ്തത് മനസ്സിലായല്ലോ. ഇവിടെ മാത്രം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു കോൺസെപ്റ്റ് ശ്രദ്ധിക്കാം. 8 ആൺകുട്ടികൾ വരാതിരുന്നത് കൊണ്ടാണ് എക്സിൽ നിന്ന് 8 കുറച്ച് എഴുതിയത്. വന്നില്ല എന്ന് പറഞ്ഞാൽ മൈനസ് ചെയ്യാന്നല്ലേ അർത്ഥം അല്ലേ. കൂടുതൽ എന്ന് പറഞ്ഞാൽ കൂട്ടണം അല്ലേ. ഇവിടെ 8 ആൺകുട്ടികൾ കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എക്സിൽ നിന്ന് മിസ് 8 കുറച്ചു. എക്സ് ബോയ്സിൻ്റെ എണ്ണമായിരുന്നു, അതുകൊണ്ടാണ് 8 കുറച്ചത് കേട്ടോ. എക്സിൽ നിന്ന് 8 കുറച്ചത്. ഇനി അതിൻ്റെ 2 മടങ്ങ് 2 ടൈംസ് ആയതുകൊണ്ടാണ് ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ ബ്രാക്കറ്റ് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ 2 മടങ്ങ് ആരുടെ ഉത്തര? അത്രയും അത്രയും പെൺകുട്ടികൾ ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം x+8 എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എഴുതി. പിന്നെ സാധാ സോൾവിങ്. അപ്പോൾ ഈ ഒരു പാർട്ട് മാത്രം ഒന്ന് കറക്റ്റ് മനസ്സിലായിട്ട് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ചോദ്യം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇനി നമുക്കൊരു 3 ക്വസ്റ്റ്യൻ കൂടി ബാക്കി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ അല്ലേ? ഇന്നിപ്പോൾ നിങ്ങൾ ഈ 2 ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഒന്നുകൂടിയൊക്കെ നോക്കുക എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്. എക്സ് ഒക്കെ വരുന്നത് കൊണ്ട് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും അല്ലേ. അപ്പോൾ എന്താ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ക്ലിയർ ആക്കി പോവാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി 3 ചോദ്യങ്ങളായിട്ട് കാണാം. അതുവരെ താങ്ക് യു.